everyone, welcome back to Food and Chill. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുട്ടയും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെയാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹണി കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി വെക്കണം. അതിനായി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. പാൽ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് ബട്ടറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് തയ്യാറാക്കി എടുക്കാനുള്ള ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു വെസൽ 2 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് ഒരു 40 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള ഹണി സിറപ്പ് തയ്യാറാക്കണം. ഇതിനായി 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേൻ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇതേ പാനിൽ തന്നെ 3 ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാം എടുത്ത് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ 40 മിനിറ്റോളായി കേക്കൊന്ന് തുറന്ന് നോക്കാം. കേക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കേക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം സ്ക്യൂർ സ്റ്റിക്ക് ഉപയോഗിച്ച് കേക്കിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ തയ്യാറാക്കി വെച്ച സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. സിറപ്പ് കേക്കിൽ നല്ലപോലെ സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി കേക്കിൻ്റെ മുകളിൽ നേരത്തെ മെൽറ്റാക്കി വെച്ച ജാം നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി എടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കോക്കനട്ട് പൗഡർ കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹണി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇതിന് കുറച്ചുകൂടെ മധുരം തേനിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം കൂടി ഒന്ന് സിറപ്പിൽ ഇട്ട് വെക്കാവുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക.